ഏപ്രിൽ 6-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീലങ്ക വിസിറ്റ് ചെയ്യും. ശ്രീലങ്കയുമായിട്ട് 7 മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് 7 മേഖലകളിൽ എഗ്രിമെന്റുകൾ സൈൻ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഈ ഒരു മാറ്റമാണ്, ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. 7 MOUs ആണ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്സ്. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ 7 എഗ്രിമെന്റുകളാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിഫൻസ് കോപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഡിഫൻസുമായി ബന്ധപ്പെട്ട്, പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട എഗ്രിമെന്റുകൾ, അംബ്രല എഗ്രിമെന്റ്, കുറേ എഗ്രിമെന്റുകളുടെ ഒരു കൂട്ടം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കൊളാബറേഷൻ കൊണ്ടുവരുന്ന രീതിയിലാണ് ഈ ഒരു എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ എനർജി സെക്ടറുമായി ബന്ധപ്പെട്ട് എനർജി ഗ്രിഡിന്റെ കണക്ഷൻ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ UAE-യുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് UAE, ഇന്ത്യ, ശ്രീലങ്ക ഇവർ 3 പേരും ചേർന്നുകൊണ്ട് ഒരു ട്രിങ്കോമലി, ഒരു എനർജി ഹബ്ബ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കൂടാതെ ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറിലുള്ള കോപ്പറേഷനുമായി ബന്ധപ്പെട്ട്, കൂടാതെ വിവിധ സെക്ടറുകളിൽ ശ്രീലങ്കയുടെ ഈസ്റ്റേൺ പ്രൊവിൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിവിധ സെക്ടറുകളിൽ കോപ്പറേറ്റ് ചെയ്യുന്ന, സഹകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീലങ്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള അനുര കുമാര ദിസനംഗെ അദ്ദേഹം ഇന്ത്യയുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സെക്യൂരിറ്റി അതുപോലെ തന്നെ റീജിയണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ശ്രീലങ്കയുടെ ഭൂമി ഉപയോഗിക്കില്ല, അതായത് ശ്രീലങ്കയിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ട് രാജ്യങ്ങളുടെയും ഷെയർഡ് ആയിട്ടുള്ള, കോമൺ ആയിട്ടുള്ള സെക്യൂരിറ്റി ഇൻട്രസ്റ്റുകൾ നമ്മുടെ പ്രധാനമന്ത്രി ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ രണ്ട് രാജ്യങ്ങളും പരസ്പരം ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് കോ ഡിപ്പെൻഡഡ് ആയിട്ട് ഉള്ള ഫ്രെയിംവർക്കുകളെ കുറിച്ചും നമ്മുടെ പ്രധാനമന്ത്രി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഈ ഒരു വിവിധ ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകൾ, ശ്രീലങ്കയിൽ വിവിധ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസും ഉണ്ടായിരുന്നു. അതായത് ദംബുല്ലയിൽ, സെൻട്രൽ ശ്രീലങ്കയിലുള്ള ദംബുല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോൾഡ് സ്റ്റോറേജ് പ്ലാന്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ വെർച്വൽ ഇനാഗുറേഷനും നടത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ട്രിങ്കോമാലയിൽ, ഈസ്റ്റേൺ ശ്രീലങ്കയിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസും വെർച്വലി ഇനാഗുറേഷൻസും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ ശ്രീലങ്കയ്ക്ക് ഇന്ത്യ ഒരുപാട് ലോണുകൾ കൊടുത്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശ്രീലങ്കയുടെ മേലുള്ള ലോണുകളുടെ മേലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഉണ്ടായിരുന്നത്. അത് കൂടാതെ ഏകദേശം $100 മില്യൺ ലോൺ അതിനെ ഗ്രാൻഡ് ആയിട്ട്, അതായത് അതിനെ തിരിച്ചടക്കേണ്ട, അത് ഫ്രീ ആയിട്ട് നൽകിയ പോലെ ഗ്രാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എക്സ്റ്റേണൽ ഡെപ്റ്റിന്റെ ട്രീറ്റ്മെന്റും അതുപോലെ എക്കണോമിക് റിക്കവറിയും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഈ ഒരു സ്റ്റെപ്പ് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഗ്ലോബൽ റോൾ, മറ്റു രാജ്യങ്ങളെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. ഇന്ത്യയുടെ ഒരു റീജിയണൽ അതുപോലെ ഗ്ലോബൽ ലീഡറായിട്ട് ഉയർന്നു വരുന്ന ഇന്ത്യയെ പ്രശംസിക്കുകയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെപ്റ്റിനെ റീസ്ട്രക്ചർ ചെയ്യാൻ, അവരുടെ കടത്തെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി സഹായിച്ചതും $100 മില്യൺ ഗ്രാൻഡ് ആയി നൽകിയതിനും അവരുടെ എക്കണോമിക് റിക്കവറിയിൽ ഇന്ത്യ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യയോട് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ശ്രീലങ്കയുടെ മിത്ര വിഭൂഷണ എന്ന് പറയുന്ന ടൈറ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ലോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ സപ്പോർട്ടിനെയും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കൾച്ചറൽ അതുപോലെ റിലീജിയസ് ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്നും ബുദ്ധനുമായി ബന്ധപ്പെട്ട കുറച്ച് റെലിക്സ്, ഗുജറാത്തിൽ 1960 കണ്ടിട്ടുള്ള കുറച്ച് റെലിക്സ് ശ്രീലങ്കയിലേക്ക് അയച്ചിട്ടുണ്ട്, അവിടുത്തെ വെസാക് ഫെസ്റ്റിവിറ്റീസിന്റെ ഭാഗമായിട്ട്. കൂടാതെ കുറച്ച് ടെമ്പിളുകളുടെ റിനോവേഷനിലൊക്കെ തിരുക്കോണേശ്വരം ടെമ്പിള്, ട്രിക്കോമാലിയിലുള്ള തിരുക്കോണേശ്വരം ടെമ്പിൾ, അതിന്റെ റിനോവേഷനിൽ ഇന്ത്യ സഹായിക്കും. അതുപോലെ തന്നെ അനുരാധപുര മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ്, അതിന്റെ ഒരു സാക്രഡ് സിറ്റിയാണ്, അതിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നുവാര ഇലിയയിൽ സീതാ ഇലിയ ടെമ്പിൾ കൺസ്ട്രക്ഷനിലും ഇന്ത്യ സഹായം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടാതെ ശ്രീലങ്കയുടെ ഈ ഒരു ഗാർഡ് ഓഫ് ഓണർ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് സ്ക്വയർ കൊളംബോയിൽ വെച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നൽകുകയുണ്ടായി. കൂടാതെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബയലാറ്ററൽ ഡിസ്കഷൻസ് കുറച്ചുകൂടി ഉയർന്ന ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് ദിനസംഖ്യയുടെ പ്രസിഡൻഷ്യൽ സെക്രട്ടറിയേറ്റിൽ മീറ്റിങ്ങുകളും നടന്നിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇന്ത്യ ശ്രീലങ്ക റിലേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു അപ്ഡേറ്റുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് ക്ലൈമറ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയന്റെ എൻവോയ്സ് ഇന്ത്യൻ ഒഫീഷ്യൽസുമായി ചർച്ച ചെയ്യുന്നു. അത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ ക്ലൈമറ്റ് ഡിപ്ലോമസിയിൽ നടത്തുന്ന സഹകരണം, എന്താണ് ചർച്ചകൾ നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി
പോകുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഡെൻമാർക്ക്, ജർമ്മനി, നെതർലൻഡ്സ്, സ്വീഡൻ അതുപോലെ യൂറോപ്യൻ എക്സ്റ്റേണൽ ആക്ഷൻ സർവീസസിന്റെയൊക്കെ ഏജൻസ് ആണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ന്യൂഡൽഹിയിൽ മീറ്റിംഗുകൾ നടക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അതുപോലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിലെ ആൾക്കാർ, അതുപോലെ മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജി, അതുപോലെ വിവിധ ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡേഴ്സ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങളും തുറന്നു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് മിഷൻ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാനിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള കോപ്പറേഷൻ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് ആക്ഷൻ, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ചർച്ചകൾ ഉണ്ടായിരുന്നത്. കൂടാതെ അപ്കമിംഗ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്ലൈമറ്റ് നെഗോഷിയേഷൻ COP30 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ബ്രസീലിൽ നടക്കുവാണ് നവംബർ മാസത്തിൽ. അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസും അതിലേക്ക് ഉയർത്തേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് യൂറോപ്യൻ കമ്മീഷനുമായിട്ട് കുറച്ചുകൂടി കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. 2025 ഫെബ്രുവരിയിൽ ഓൾറെഡി ഈ ഒരു യൂറോപ്യൻ കമ്മീഷന്റെ കോളേജ് ഓഫ് കമ്മീഷണേഴ്സ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫോളോ അപ്പ് മീറ്റിംഗ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. കൂടാതെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും വന്നിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുല വോണുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇന്ത്യയും യുവും തമ്മിലുള്ള FTAs 2025 അവസാനത്തോടു കൂടിയിട്ട് സൈൻ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റെപ്രസെന്റേറ്റീവ് ഇന്ത്യയെ ഒരു ഇൻക്രെഡിബിളി ഇമ്പോർട്ടന്റ് ട്രേഡിംഗ് പാർട്ണർ ആയിട്ടാണ് നെതർലൻഡ്സിന്റെ കൺവോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടാതെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു പാർട്ണർ ആയിട്ടാണ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യ ഡിസ്കഷൻസിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസപ്റ്റീവ്നെസ് ആണ് കാണിച്ചത് എന്നുള്ള ഒരു കമന്റും വന്നിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയന്റെ റിലയബിലിറ്റിയും ട്രാൻസ്പെറൻസിയും കുറിച്ചൊക്കെ EASന്റെ യൂറോപ്യൻ യൂണിയന്റെ ക്ലൈമറ്റ് എൻവയോൺമെന്റ് എൻവോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഡെമോക്രാറ്റിക് പ്രദേശങ്ങളാണ്, പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയാണ്, അതുപോലെ തന്നെ മൾട്ടിലാറ്ററൽ ഓർഡറിനോട് വളരെയധികം കമ്മിറ്റഡ് ആയിട്ടാണ്. ഇവർക്ക് രണ്ടുപേർക്കും സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ എനർജി ട്രാൻസിഷനിലേക്കുള്ള ആ ഒരു കമ്മിറ്റ്മെന്റിനെ യൂറോപ്യൻ യൂണിയൻ റീഅഫേം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ക്ലൈമറ്റ് ചാലഞ്ചസിനെ യൂറോപ്യൻ യൂണിയൻ മനസ്സിലാക്കുകയും അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകാമെന്നും അതിനാവശ്യമായിട്ടുള്ള പോളിസി ഗോൾസ് സെറ്റ് ചെയ്യാൻ സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ക്ലൈമറ്റ് ട്രേഡുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ടൈസുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള ക്ലൈമറ്റ് ഡിപ്ലോമസിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ആക്ഷൻസ് മുന്നോട്ട് പോകുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ 30th യുഎന്നിന്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP30 ബ്രസീലിൽ നവംബറിൽ നടക്കുവാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നതെന്ന് കൂടി ഓർത്ത്. ഓൾറെഡി ഈ ഒരു എഗ്രിമെന്റിൽ നിന്ന് US ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്ലൈമറ്റ് മേഖലയിലും അല്ലെങ്കിൽ ട്രേഡ് മേഖലയിലും ഒക്കെ ടെൻഷൻസ് ഡെവലപ്പ് ചെയ്ത് താരിഫ് വാർ ഒക്കെ ടെൻഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ റെഗുലേറ്റേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് നേരിടുന്ന പ്രശ്നം, എന്തുകൊണ്ടാണ് IMFും വേൾഡ് ബാങ്കും ഇങ്ങനെ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പറയുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും റിപ്പോർട്ടിൽ, അതായത് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ്, ഫിനാൻഷ്യൽ സെക്ടറുമായി ബന്ധപ്പെട്ട റെഗുലേറ്റേഴ്സ് ഉണ്ട്. സെബി ആയിക്കോട്ടെ, IRDA ആയിക്കോട്ടെ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി IRDA ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഏജൻസീസിനെ അതിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരണം, നിയമത്തിലെ ചേഞ്ചസ് കൊണ്ടുവരണം, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റീഫോംസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും റിപ്പോർട്ടിൽ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിലവിലുള്ള ലീഗൽ ഫ്രെയിംവർക്കിൽ ഗവൺമെന്റിന് ഈ ഒരു റെഗുലേറ്റേഴ്സ്, ഇവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള ഏജൻസീസ് ആണെന്ന് പറയുമെങ്കിൽ പോലും ഇവയുടെ മേലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് നിലവിലത്തെ സെറ്റപ്പ് എന്നുള്ളതാണ്. അതായത് സീനിയർ മാനേജ്മെന്റിനെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് പറ്റും, അതുപോലെ തന്നെ അതിന്റെ ബോർഡിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന് പറ്റും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മിനിസ്ട്രി ഓഫ് ഫിനാൻസിനെ പല മേഖലകളിലും അപ്പലേറ്റ് അതോറിറ്റി ആയിട്ടുണ്ട്. ഉദാഹരണത്തിന് RBIയുടെ സൂപ്പർവൈസറി ഡിസിഷൻസിനെ മേലെ ഓവർടേൺ ചെയ്യാൻ പറ്റും. അതായത് RBI ഒരു തീരുമാനം എടുത്തു, അതിനെ ഓവർടേൺ ചെയ്യാൻ പറ്റും, അതിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് പറ്റും. ഉദാഹരണത്തിന് 2019 RBI എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്മോൾ അർബൻ ബാങ്കുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് RBI നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു തീരുമാനത്തെ റിവേഴ്സ് ചെയ്യുകയാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ RBI എന്ന് പറഞ്ഞ ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ട് ബാങ്കുകളുമായി ബന്ധപ്പെട്ട്, പക്ഷെ അതിന് മുകളിൽ ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. RBI
കോർപ്പറേറ്റ് ഗവേണൻസിലൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ മേർജിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും RBIക്ക് വലിയ റോളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബോർഡ് മെമ്പേഴ്സിനെ പ്രീ അപ്രൂവ് ചെയ്യാനോ റിമൂവ് ചെയ്യാനുള്ള അധികാരം RBIക്ക് ഇല്ല. ബാങ്ക് ബോർഡുകളെ സൂപ്പർസീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും RBIക്ക് അധികാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പവേഴ്സ് പ്രത്യേകിച്ചും സ്റ്റേറ്റ് ഓൺഡ് ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനികളിലും ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സ് മാത്രമാണ് ഇത്തരത്തിലുള്ള റെഗുലേറ്ററി ബോഡീസിനുള്ളത്. കുറച്ചുകൂടി റെഗുലേറ്ററി ബോഡീസിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏജൻസിയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ വരുന്നത്. അതുപോലെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ അവരുടെ സൂപ്പർവൈസറി ആക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ലാർജ് സ്റ്റേറ്റ് ഓൺഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സെക്ടർ അസസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും ഒരു ജോയിന്റ് അസസ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ റിപ്പോർട്ടിലാണ് ഈ ഒരു കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ വർഷം നടത്തിയ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ അക്യൂട്ട് പ്രൊമിലോമാക്സൈറ്റിക് ലുക്കീമിയ എന്ന് പറയുന്ന രോഗത്തിന്, അതായത് രക്താർബുദത്തിന്റെ ഒരു അക്യൂട്ട് ഫോമാണ് APL എന്ന് പറയുന്നത്. ഇതിനെ റാപ്പിഡ് ക്രിസ്പർ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. ഈ ക്രിസ്പർ എന്ന് പറയുന്ന പേര് നമ്മൾ ബയോടെക്നോളജി ജീൻ എഡിറ്റിംഗിൽ പഠിക്കുന്ന ഒരു വാക്കാണ്. ക്രിസ്പർ കാസ്9 ഇത് UPSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതൊരു ജീൻ എഡിറ്റിംഗ് ടൂളാണ്. പക്ഷേ ഇവിടെ ജീൻ എഡിറ്റിംഗ് അല്ല, ഇവിടെ നമ്മൾ ആ ഒരു ജീനിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിസ്പർ യൂസ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തുക. അതായത് എഡിറ്റിങ്ങിന് മാത്രമല്ല ഡിറ്റക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വളരെ റെയർ ആയിട്ടുള്ള അഗ്രസീവ് ടൈപ്പാണ് ലുക്കീമിയയുടെ ഒരു ടൈപ്പാണ്. അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയുടെ ഒരു ടൈപ്പാണ്. അപ്പം മൊത്തത്തിലുള്ളതിന്റെ 10 മുതൽ 15% കേസാണ് അക്യൂട്ട് പ്രോമൈലോട്ടിക് ലുക്കീമിയ വരുന്നതായിട്ടുള്ളത് എന്ന് കൂടി ഓർത്തുവെക്കണമായിരുന്നു. അപ്പോൾ ഇതിൽ PML അതുപോലെ റാറ എന്ന് പറയുന്ന രണ്ട് ജീനുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഇഷ്യൂസ് വരുന്നത്. ലോ വൈറ്റ് ബ്ലഡ് സെൽസ് ആയിരിക്കും, അതായത് ഇൻഫെക്ഷൻസ് കൂടാൻ വേണ്ടി കാരണം. പ്ലേറ്റ്ലെറ്റുകൾ കുറയും, അത് ഇന്റേണൽ ബ്ലീഡിങ് ലങ്സിലും ബ്രെയിനിലും ഒക്കെ ഉണ്ടാവാൻ കാരണമെന്നാണ്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, വളരെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ മരിച്ചു പോകുന്ന തന്നെ കാരണം. അതുപോലെ തന്നെ ഡിറ്റക്ട് ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്ന് കൂടി ഓർത്തുവെക്കാം. നമുക്ക് വളരെ വേഗത്തിൽ നേരത്തെ തന്നെ രോഗത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് ഓർത്തുവെക്കുന്നത്. പക്ഷേ ഈവൻ നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്താൽ പോലും എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻസ് വേണം, ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ വേണം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബുകൾ വേണം എന്നുള്ളതാണ്. നമ്മുടെ റൂറൽ ഏരിയയിലോ ഗ്രാമപ്രദേശങ്ങളിലോ ഒന്നും ഇത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഒരുപാട് ടൈം എടുത്തിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു മീഡിയൻ ഏജ് ആയിട്ടുള്ള 34 വയസ്സിലൊക്കെയാണ് കാണുന്നത്. കൂടുതലും പുരുഷന്മാരിലാണ്. അതായത് രണ്ട് പുരുഷന്മാരിൽ കാണുമ്പോഴാണ്, 3 പുരുഷന്മാരിൽ കാണുമ്പോഴാണ് ഒരു 2 സ്ത്രീകളിൽ കാണുന്നതെന്ന് കൂടി ഓർത്തുക. അതായത് 5 പേരിൽ ഈ രോഗം കാണുന്നുണ്ടെങ്കിൽ അതിൽ 3 പേര് പുരുഷന്മാരും 2 പേര് സ്ത്രീകളുമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ സ്ലോ റിസൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രോഗം ഡിറ്റക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ആള് ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും, പിന്നെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒരു അഡ്വാൻസ്മെന്റ് ആയിട്ടാണ് റാപ്പിഡ് ക്രിസ്പർ ന്യൂ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ACTREC ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ACTREC എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് സെന്റർ ഫോർ ട്രീറ്റ്മെന്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ക്യാൻസർ ആണ്. മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആണെന്ന് ഓർത്ത് വെക്കുന്നത് തന്നെ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് ഏജൻസിയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇവർ ഈ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഇവർ ക്രിസ്പർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, എഡിറ്റിംഗ് പർപ്പസിനല്ല, ജീൻ എഡിറ്റ് ചെയ്യാനല്ല. ഇവിടെ ആ ഒരു ജീൻ തമ്മിലുള്ള ഫ്യൂസിങ് നടന്നിട്ടുണ്ടോ എന്നാണ് ഡിറ്റക്ട് ചെയ്യേണ്ടത്. അല്ലെ, ഫ്യൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് തന്നെ 80% കേസിലും ഈ രോഗത്തെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് അല്ലെങ്കിൽ COVID-19 ഒരു സ്ട്രിപ്പ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഒരു സ്ട്രിപ്പ് ഉണ്ടാവും, അതിലേക്ക് ബ്ലഡ് യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 1 ലൈൻ 2 ലൈൻ ഒക്കെ തെളിയും. പ്രഗ്നൻസി ടെസ്റ്റുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രിപ്പ് ഉപയോഗിച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വെറും 3 മണിക്കൂർ കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു PML അതുപോലെ റാറ ജീനുകൾ ഫ്യൂഷൻ നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വേഗത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് 100% സെൻസിറ്റിവിറ്റി ഉണ്ട്, സ്പെസിഫിസിറ്റി ഉണ്ട്. ഈവൻ സിംഗിൾ കോപ്പീസ് ഓഫ് മ്യൂട്ടേഷൻ ഉണ്ട്. മ്യൂട്ടേഷൻ ഒരു സിംഗിൾ കോപ്പി മൂലം ഉണ്ടെങ്കിൽ പോലും അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ എടുത്ത് അതിനെ ആംപ്ലിഫൈ ചെയ്യുകയോ ഒന്നും വേണ്ട, ജസ്റ്റ് ആ സ്ട്രിപ്പിലേക്ക് ഉറ്റിച്ചാൽ മതി, അതിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് സൂപ്പർ അഫോർഡബിൾ ആണ്, ആക്സസിബിൾ ആണ്. റൂറൽ ഹോസ്പിറ്റലുകളിലേക്കും മറ്റുമൊക്കെ അഫോർഡബിൾ ആണ്, ആക്സസിബിൾ ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രോഗത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ക്രിസ്പർ എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്.
അടുത്തത് ഈ ഫ്ലവർ പോട്ട് സ്നേക്ക് എന്ന് പറയുന്ന ഒരു സ്നേക്ക് ഉണ്ട്, പാമ്പുണ്ട്. ഈ ഒരു പാമ്പിന്റെ ജീനോമും അതിന്റെ സിഗ്നിഫിക്കൻസും കുറിച്ചാണ്. അപ്പൊ ഈ ഒരു ഫ്ലവർ പോട്ട് സ്നേക്കിന്റെ ഡീറ്റെയിൽസ് ജെനറ്റിക്സിനെ കുറിച്ച് ശാസ്ത്രജ്ഞർ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഫ്ലവർ പോട്ട് സ്നേക്ക്? വളരെ ചെറിയൊരു പാമ്പാണ്, കാണാൻ പറ്റും. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ സ്മോളസ്റ്റ് സ്നേക്സിൽ, ചെറിയ പാമ്പുകളിൽ ഒന്നാണ് ഫ്ലവർ പോട്ട് സ്നേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചെടിച്ചട്ടിയിലൊക്കെ കാണുന്നത് കൊണ്ടാണ് ഇതിനെ ഫ്ലവർ പോട്ട് സ്നേക്ക് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പാർത്തനോജെനിറ്റിക് ആണെന്ന് ഓർത്ത് വെക്കുന്നത്. പാർത്തനോജെനിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇതില് ആണും പെണ്ണും ഒന്നുമില്ല, ഇതിലെ എല്ലാം പെണ്ണാണ്. അപ്പൊ ഈ പെണ്ണ് തന്നെയാണ് മേറ്റിംഗ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. കാരണം ഇതിൽ 3 സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. ട്രൈപ്ലോയിഡ് ആണെന്ന് വിളിക്കും. സാധാരണ നമ്മൾ യൂഷ്വൽ ഡൈപ്ലോയിഡ് ക്രോമസോംസ് ആണ്, 2 സെറ്റ് പെയർ ഓഫ് ക്രോമസോംസ് ആണ്. പക്ഷെ ഇവിടെ ട്രൈപ്ലോയിഡ് ക്രോമസോംസ് ആണ്. അപ്പൊ ടോട്ടൽ 40 ക്രോമസോംസ് ഉണ്ട്. 3 സബ് ജീനോമുകളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതിന്. അപ്പൊ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ജീവിയെ സംബന്ധിച്ച് റിസർച്ചേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ജീനോംസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു സ്നേക്ക് എങ്ങനെയാണ് DNA റിപ്പയർ നടക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരേ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ കല്യാണം കഴിച്ച് പ്രജനനം നടത്തുകയാണെങ്കിൽ പലതരത്തിലുള്ള ജെനറ്റിക് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരേ ജീവി തന്നെയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ളതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഹാർംഫുൾ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ഉണ്ടായിക്കൂടെ എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നതായിട്ടുള്ളത്. പക്ഷെ ഇത്തരത്തിൽ ഇൻഡിവിജ്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജെനറ്റിക് മിക്സിങ് ഇല്ലാതെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിന് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്യുന്നതെന്നാണ് ശാസ്ത്രകാരന്മാർ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് മ്യൂട്ടേഷൻസ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഈ മ്യൂട്ടേഷൻസിനെ അതിന്റെ ജെനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് എന്തെയാണ് റിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ DNA റിപ്പയർ മെക്കാനിസത്തെ സംബന്ധിച്ച് ശാസ്ത്രകാരന്മാർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു പാമ്പിനുമായി ബന്ധപ്പെട്ട സ്റ്റഡിയിൽ പറ്റി എങ്ങനെയാണ് അസെക്ഷൽ സ്പീഷീസ്, രണ്ട് സെക്സ് ഇല്ലാത്ത സ്പീഷീസ് ജീനോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നതെന്ന് ശാസ്ത്രകാരന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്മാരിലും ഹ്യൂമൻസിലും ചിലപ്പോൾ ചില ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്, ട്രൈസോമി ഡിസോർഡേഴ്സ് ഉണ്ട്, 3 ജീനുകൾ കാണുന്നത്. ഡൗൺ സിൻഡ്രോം, അതിൽ ഒരു ക്രോമസോമിന്റെ എക്സ്ട്രാ കോപ്പി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം രോഗങ്ങളുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ജെനറ്റിക് റിപ്പയറിനെ കുറിച്ചൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലവർ പോട്ട് സ്നേക്കിന്റെ DNA എങ്ങനെയാണ് റിപ്പയർ ചെയ്യപ്പെടുന്നതെന്ന് പഠിക്കുന്ന സഹായിക്കും. എവല്യൂഷണറി ബയോളജി, ജീനോമിക് മെഡിസിൻ, കൺസർവേഷൻ ജെനറ്റിക്സിലൊക്കെ വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു കണ്ടെത്തലാണിത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടുകൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ ഒരു ടോപ്പിക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഒരു US മീഡിയയിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന കോമ്പോണന്റുകൾ റഷ്യയിലേക്ക് കടത്തിയിട്ടുണ്ട്. അതായത് ആംസ് ട്രേഡുമായി ബന്ധപ്പെട്ട നോംസിന് വിരുദ്ധമായിട്ട് ഇന്ത്യയുടെ HAL പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇന്ത്യയെ ഒരു മീഡിയേറ്ററായി വെച്ചുകൊണ്ട് റഷ്യയിലേക്ക് ബ്രിട്ടീഷ് ഈ കോമ്പോണന്റുകൾ, ഡിഫൻസ് കോമ്പോണന്റുകൾ എത്തിക്കാൻ ശ്രമിച്ചു എന്നാണ്. ഇന്ത്യ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. നമ്മളത് ഡിസ്കഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞു വെച്ചാൽ അത് ഫാക്ച്വലി ഇൻകറക്റ്റും മിസ്ലീഡിംഗും ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു HAL എല്ലാ തരത്തിലുള്ള ഇന്റർനാഷണൽ റൂൾസും എൻഡ് യൂസ് കമ്മിറ്റ്മെന്റുകളും ഫോളോ ചെയ്തിട്ടുണ്ട് എന്നാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ട്രേഡിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ ബിഗിൻ തുടങ്ങിയതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ട് എന്നും ഇന്ത്യ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രേഡുകൾ ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതായത് റഷ്യക്ക് കുറച്ച് ആയുധങ്ങൾ വേണം, അല്ലെങ്കിൽ കുറച്ച് കോമ്പോണൻസ് വേണം. അത് അമേരിക്കയിലാണുള്ളത്, പക്ഷെ അല്ലെങ്കിൽ ബ്രിട്ടനിലാണുള്ളത്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലാണുള്ളത്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് റഷ്യക്ക് നേരിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് നേരിട്ട് കിട്ടില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയെ ഒരു ഇന്റർമീഡിയേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ. ഇന്ത്യ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ട് ബ്രിട്ടനിൽ അത് വാങ്ങുക, എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് നമ്മളത് റഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ പറ്റില്ല എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. കാരണം ഒരുപാട് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്, ഇന്റർനാഷണൽ റൂൾസ് ഉണ്ട്. അതിനനുസരിച്ച് മാത്രമാണ് ട്രേഡുകൾ ചെയ്യാൻ വേണ്ടി പറ്റുക. ഉദാഹരണത്തിന് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഡ്യുവൽ യൂസ് ഐറ്റംസ്, അതായത് സിവിൽ ആവശ്യങ്ങളും മിലിറ്ററി ആവശ്യങ്ങളും ഐറ്റംസ്, അല്ലെങ്കിൽ അത്തരം മാസ് ഡിസ്ട്രക്ഷന് കാരണമാകുന്ന വെപ്പൺസിന്റെ ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ത്യ ഓർത്തു വെക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഐറ്റംസ്, സ്പെഷ്യൽ കെമിക്കൽസ്, ഓർഗാനിസംസ്, മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്, ടെക്നോളജി, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ലിസ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഐറ്റംസിനെ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ ലൈസൻസ് തന്നെ ആവശ്യമുണ്ട്. അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ന് ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 2029 50,000 കോടിയിലേക്ക് എത്തിക്കണം എന്ന് ഇരിക്കുന്നുണ്ട്. 2024-25 23,622 കോടിയാണ് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട്. ഇന്ത്യൻ ഡിഫൻസ് എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്
എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അലാമിംഗ് ആയിട്ടുള്ള ഫാക്ട് തന്നെയാണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇന്ത്യയുടെ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വെപ്പൺസിനെ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നതിൽ നിന്നും ഇന്ത്യ മാറി നിൽക്കേണ്ടതായിട്ടുണ്ടെന്ന് ഓർത്തുക. പ്രധാനമായിട്ടും രണ്ട് നോൺ പ്രൊലിഫറേഷൻ എഗ്രിമെന്റുകളാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ, അതായത് കെമിക്കൽ വെപ്പൺസ് രാസ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കൺവെൻഷനാണ് കെമിക്കൽ വെപ്പൺ കൺവെൻഷൻ. അതുപോലെ തന്നെ ജൈവ ആയുധങ്ങൾ ബയോളജിക്കൽ വെപ്പൺസ് വൈറസിനെയും മറ്റുമൊക്കെ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കൺവെൻഷനാണ് ബയോളജിക്കൽ വെപ്പൺ കൺവെൻഷൻ. ഈ രണ്ട് കൺവെൻഷനുകളും ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിഫൻസ് എക്യുപ്മെന്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇന്റർനാഷണൽ കൺട്രോൾ എക്സ്പോർട്ട് കൺട്രോൾ റെജിംസ് ഉണ്ട്. MTCR മിസൈൽ ടെക്നോളജി കൺട്രോൾ, മിസൈൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺവെൻഷണൽ വെപ്പൺസുമായി ബന്ധപ്പെട്ടാണ് വസൈനാർ എഗ്രിമെന്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്. മറ്റൊന്നാണ് ഓസ്ട്രേലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കെമിക്കൽ വെപ്പൺസ് ബയോളജിക്കൽ വെപ്പൺസുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് ഈ ഒരു ഓസ്ട്രേലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എക്സ്പോർട്ട് കൺട്രോൾ റെജിംസും ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട്. NSGയിൽ ഇന്ത്യക്ക് മെമ്പർ അല്ല. അതുപോലെ തന്നെ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. ബയോളജിക്കൽ കൺവെൻഷനും കെമിക്കൽ വെപ്പൺസും ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിഫൻസ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സ്കോം ലിസ്റ്റിലുള്ള ഐറ്റംസുമായി ബന്ധപ്പെട്ട പെർമിഷൻസ് നൽകണം എന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പല ഇൻഡസ്ട്രിയൽ ലൈസൻസുകളെയും സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം പല കോമ്പോണന്റുകളും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ ലൈസൻസ് ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എക്സ്പോർട്ട് പ്രൊമോഷൻ സെല്ല് ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുകയും അവര് ഇത്തരത്തിലുള്ള ലൈസൻസുകൾ എക്സ്പോർട്ട് ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പോർട്ടൽ തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഡോണിയർ എയർക്രാഫ്റ്റുകൾ, 150mm ആർട്ടിലറി ഗണ്ണുകൾ, ബ്രഹ്മോസ് മിസൈൽ, ആകാശ് മിസൈൽ, പിനാക്ക റോക്കറ്റുകൾ, ഇവയൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ടുകളായിട്ട് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ഏകദേശം 100-ലധികം രാജ്യങ്ങളിലേക്ക് ഇപ്പം ഡിഫൻസ് എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയാണ്. പ്രൈവറ്റ് കമ്പനീസും മെല്ലെ മെല്ലെ ഉയർന്നു വരുന്നുണ്ട് എന്നുകൂടി ഓർമ്മിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഗ്ലോബൽ നോംസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ഡിഫൻസ് എക്സ്പോർട്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊഡക്റ്റുകളെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരിലെ വിഷയത്തിൽ കുക്കീസോ അതുപോലെ മെയ്തി ആൾക്കാരുമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ചർച്ചകൾ നടക്കുന്നുണ്ട്. സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ്. ഇപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു കലാപം തുടങ്ങിയതിന് ശേഷം ഈ ഒരു രണ്ട് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരും ചേർന്നുകൊണ്ടുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഈ വഖഫ് ബില്ല് അത് ആക്ച്വലി ട്രാൻസ്പെറൻസി കൊണ്ടുവരുമോ എന്നുള്ളതാണ്. ലോകസഭയും രാജ്യസഭയും ബില്ല് പാസ്സാക്കി. അപ്പോൾ ഈ ഒരു ബില്ലിലുള്ള മാറ്റങ്ങൾ ആക്ച്വലി എന്ത് മാറ്റമാണ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നോൺ മുസ്ലിം പാർട്ടിസിപ്പേഷൻ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കൺസേൺസും പറഞ്ഞു. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബില്ല് കൊണ്ടുവന്നത് അതിനെ സെക്യുലർ പരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ കൊണ്ടുവന്നില്ല. അവരുടെ ആ വിഷയങ്ങളെ കൃത്യമായി ചർച്ച ചെയ്തില്ല എന്നുള്ളൊരു പരാതിയാണ് ഉയർന്നു വരുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.